ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു വീട്ടമ്മയുടെ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ടും ഉണ്ടാവുക. ഓണമൊക്കെ വന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഒരു കൊല വാഴയ്ക്കൊക്കെ വാങ്ങി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഹസ്ബൻഡാണ് ഈ തൊണ്ടൊക്കെ പൊളിക്കുന്നത്. പിന്നെ തൊണ്ടൊക്കെ പൊളിച്ച് നമ്മൾ പെരക്കകത്ത് കയറ്റിക്കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കണം, പിന്നെ കുറച്ച് ശർക്കര വരട്ടിയില്ലേ അതും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ സാധാരണ ഉപ്പേരി ഉണ്ടല്ലോ അതുണ്ടാക്കാനുള്ള പരുവത്തിലാണ് ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ പല വലിപ്പമായിരിക്കും കേട്ടോ. ചിലപ്പോൾ കട്ടി കൂടിപ്പോവും, ചിലപ്പോൾ കട്ടി കുറഞ്ഞു പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡാണ് അരിയുന്നത് കേട്ടോ. എനിക്കിങ്ങനെ കറക്റ്റായിട്ട് അങ്ങോട്ട് അരിയാനുള്ളൊരിതില്ല. ഞാൻ എപ്പോൾ അരിഞ്ഞാലും ഒന്നില്ലെങ്കിൽ കട്ടി കൂടുതൽ അല്ലെങ്കിൽ കട്ടി കുറവ്, അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് വറുക്കുമ്പോൾ ചിലത് ഉണങ്ങി അങ്ങോട്ട് പോകും, ചിലത് അങ്ങോട്ട് വേകാതെ കിടക്കും. അതായത് അങ്ങനെ ഒരേ ഒരു പാകത്തിൽ കിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു പരുവത്തിലാകുന്നത് കൊണ്ട് തന്നെ ഹസ്ബൻഡാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വർഷം നമ്മുടെ മോളുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടുകാരൊക്കെ നമ്മുടെ വീട്ടിലെ ഓണത്തിന് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഉള്ളത് വേണം നമുക്ക് ഉണ്ടാക്കാൻ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ നമ്മൾ ഓണത്തിന് വിളിക്കും കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കുമെങ്കിൽ നല്ല രസമുള്ള പരിപാടിയല്ലേ. നമ്മൾ 4 പേരും കൂടി കൂടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിന് എൻ്റെ മക്കളൊക്കെ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കും. അവർക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതെൻ്റെ കുഞ്ഞിലേ ഇങ്ങനെ തന്നെയായിരുന്നു, ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെയായിരുന്നു. വലിയ ഗ്രാൻഡായിട്ട് നമ്മൾ ഓണപരിപാടിയൊക്കെ നടത്തുമായിരുന്നു, ഓണസദ്യയൊക്കെ ആയിട്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും കേട്ടോ. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ 2ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ശർക്കര വരട്ടി ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ശർക്കര വരട്ടിക്കുള്ളത് നമ്മൾ നാളെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. ഇത് ജസ്റ്റ് അങ്ങോട്ട് വറുത്ത് വെക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ബാക്കി ഉണ്ടാക്കുന്നതെല്ലാം നാളെ ആയിരിക്കും. കാരണം ഇത് വറുത്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു സമയമാവും കേട്ടോ. നമ്മൾ മുറ്റത്തെ അടുപ്പിലാണ് എല്ലാ വർഷവും ഇങ്ങനെ വറക്കുന്നത്. അതപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മൾ അടുപ്പിൽ, അതായത് ഗ്യാസ് സ്റ്റവിലൊക്കെ വെക്കുന്നതെങ്കിൽ കുറേ നേരം ആയാലും ഇതാവത്തില്ല. അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെ മുറ്റത്തുള്ള അടുപ്പൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മഴ പെയ്യുമ്പം ചെറുതായിട്ടൊരു പേടിയുണ്ട്. കുറച്ച് വെള്ളമൊക്കെ നമ്മളിങ്ങനെ വറുത്ത് വെക്കുന്നതിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഇത് കേടായി പോകില്ല. അപ്പം നമുക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ വീട്ടിലെ വിരുന്നിന് വന്നവർക്കും നമ്മുടെ അയൽക്കാർക്കും ഒക്കെ കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുകയാണ്. മക്കളും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഓണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഉടുപ്പൊക്കെ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് മക്കൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ വരവായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഉടുപ്പൊക്കെ നമ്മളൊരു കുറച്ച് ലാസ്റ്റായിട്ടാണ് എടുക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ അതിന് ഒരു രസമൊക്കെ ഉള്ളൂ. എല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ച് തിരക്കൊക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം. കടയിൽ നമ്മൾ തന്നെ പോയി നിന്ന് എടുക്കുമ്പോൾ രസമില്ല, കുറേ ആൾക്കാരും കൂടി ഒപ്പിങ്ങനെ എടുക്കാനുള്ളപ്പോൾ രസം. ഇങ്ങനെ സ്പീഡിൽ വറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ആകും. ഇപ്പോൾ കുറേ നമ്മൾ വറുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അത് ഫുള്ള് നമ്മൾ കാണിക്കാത്തതാണ്. പിന്നെ ശർക്കര വരട്ടിക്കുള്ളത് ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ വറുത്തെടുത്തേക്ക് നമ്മുടെ ഉപ്പേരി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.